എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉണർന്ന നക്ഷത്രക്കാരുടെ ഈ നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Sun card, the Devil, the Empress, Magician energy, the Star, World card. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആദ്യം തന്നെ സൺ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാധ്യമാകുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ട് പോലും നേടാത്ത, ഒത്തിരി ശ്രമിച്ചു നോക്കിയെങ്കിലും നേടാത്ത കാര്യം അത് ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളത്. കുറച്ചധികം ഡിലേ ആയിപ്പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി അത് നടക്കുമോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസക്കുറവ് മാറ്റിക്കൊടുക്കുന്ന ഒരു സമയമാണ്. കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാറി ജീവിതത്തിൽ ഒരു ആഗ്രഹിച്ച ഒരു കാര്യം ലഭിച്ചതിൻ്റെ തൃപ്തിയും സന്തോഷവും അവസരങ്ങൾ പൊതുവെ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. അവസരങ്ങൾ പല കാര്യങ്ങളിലായിട്ട് അവസരങ്ങൾ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടും വിദ്യാഭ്യാസവും തൊഴിൽ സാമ്പത്തിക മേഖലയിലാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിന് ശ്രമിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരാൾ ആരെങ്കിലും മാറിപ്പോവുകയാണെങ്കിൽ ആ ഇതിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മറ്റൊരാൾ മാറിപ്പോയിട്ട് നിങ്ങൾക്ക് ആ സ്ഥാനത്തേക്ക് പോകാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. അതേപോലെ തന്നെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പോഴും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം, അത് ലഭിച്ചില്ല എന്നുള്ളൊരു ഒരു റിജക്ഷൻ ലെറ്ററോ അതുപോലുള്ളൊരു ഇത് നിങ്ങളിലേക്ക് വന്നേക്കാം. പക്ഷേ അത് കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീട് അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം വീണ്ടും അതേ ജോലി തന്നെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടുള്ള. കാരണം ഇതിനു മുമ്പുള്ള കാൻഡിഡേറ്റ് മാറിപ്പോവുക അങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവം ഉണ്ടാവാം. അപ്പോൾ അതേ ജോലി തന്നെ വൈകിയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഡബിൾ എനർജിയാണ് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് പലർക്കും അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് എന്നുള്ളതാണ് പറയുക. കാരണം പലരും ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് ആ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ള അവസരം തരുന്ന സമയമാണ് ഈ മാസം. അപ്പോൾ നിങ്ങൾ പക്ഷേ നിങ്ങളായിട്ട് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. പക്ഷെ മറ്റു ചില ആളുകളുടെ ഉപദേശപ്രകാരം ഇതൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതായത് വേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നതും ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം, ചില പ്ലാനിങ്ങൾ, ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ആരോടാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യവും കാഷ്വലായിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കാഷ്വലായിട്ട് അങ്ങനെ ആരോടും പറയാതിരിക്കുക. അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ തരത്തിലുള്ള ചിന്തകളാണ്. ചിന്തകൾ പലതരത്തിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക്, കാരണം നിങ്ങൾ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു ഈ സമയത്ത്, അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരുടെ അടുത്തും എല്ലാം പറയാതിരിക്കുക, ഡിസ്കസ് ചെയ്യാതിരിക്കുക, പ്ലാൻ ചെയ്യാതിരിക്കുക. ഞാൻ ഇങ്ങനെയുള്ള ഇന്ന കാര്യം ഇന്ന സമയത്ത് ഇന്ന പോലെ എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടൊന്നും പറയാതിരിക്കുക. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പോലും അത് നോക്കണം, ആലോചിക്കണം, തീരുമാനിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നേറ്റത്തിന് നല്ലത്. പിന്നെ എംപ്രസ് എനർജിയാണ്.
പ്രഗ്നൻസി സിറ്റുവേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചധികം നാൾ കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരു 3 months, പൂർണ്ണമായിട്ടും 3 months കഴിഞ്ഞിട്ട് പൊതുവെ ചില ആളുകൾ പറയാറുള്ളൂ. പക്ഷേ 3 months കഴിഞ്ഞതിന് ശേഷം മാത്രം സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും, അതായത് നിങ്ങളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ അത്ര അടുപ്പമുള്ള ആളുകളുടെ അടുത്താണെങ്കിൽ പോലും 3 monthsന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി ആണുള്ളത്. അപ്പോൾ അധികമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷം എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ ചില ആളുകൾ, നിങ്ങൾക്കറിയാവുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങളുടെ സന്തോഷം നമ്മൾ പറയില്ലേ, അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം കുട്ടിയെ കൊഞ്ചിക്കരുത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നൊരു കാര്യം, കാരണം അവരുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ്. അപ്പോൾ അതേപോലെ അമിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എനർജിയും ആവാം, ഇത് ക്രിയേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു ബിസിനസ് എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസും ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് പോകുക എന്നുള്ളത് അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്തോ പുതിയതായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട് പണിയുന്നതും ആവാം ഇതിനുള്ള ചാൻസ് സൂചിപ്പിക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് വീട് പണിയുന്നത്, കല്ലിടൽ, അതിൻ്റെ ആദ്യത്തേതായിട്ടുള്ള ഒരു പ്രൈമറി ഫസ്റ്റ് ചെയ്യേണ്ടുന്ന ചില സ്റ്റെപ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിലുണ്ട്. പിന്നെ മെജീഷ്യൻ എനർജിയാണ്. അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ സഫലമാകുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്തോട്ട് പോകുന്ന ഒരു സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് നിങ്ങളായിട്ട് തന്നെ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരും അധികം അധികം ബിസി അല്ലാത്ത, അധികം പുറത്തൊന്നും ഇറങ്ങുന്ന ആളുകളല്ല, വീട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട്. പിന്നെ ചില ആളുകൾ എക്സസൈസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാം. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ തടി കുറയ്ക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ശരിയായിട്ടുള്ള നിങ്ങൾക്കുള്ള ടെക്നിക്ക് നിങ്ങൾ ഏത് രീതിയിൽ, പലർക്കും പല കാരണങ്ങളും ഉണ്ടാവാം, തടി ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആവാം, മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് എന്താ വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടും. ഇപ്പോൾ തടി കുറയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെടുന്നു, ആരോഗ്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും കിട്ടുന്നു എന്നുള്ളത്. അതേപോലെ സ്റ്റാർ എനർജിയാണ്. അപ്പോൾ ഒത്തിരി ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്, ദൈവാനുഗ്രഹമുള്ള സമയമാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ പോലെ ഉദ്ദിഷ്ടകാര്യ ലബ്ധി എന്നൊക്കെ പറയുന്ന പോലെ ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇനി ആഗ്രഹിച്ച ജോലിയായിരിക്കാം, ഇപ്പോൾ പെർമനൻറ്റ് ജോലിയാണെങ്കിൽ സർക്കാർ ജോലി, അല്ലെങ്കിൽ ഇന്നൊരു ജോലി എന്നുള്ള രീതിയിലാവും. അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട്, ഇപ്പോൾ സിവിൽ സർവീസിൽ IAS IPS അല്ലെങ്കിൽ മറ്റു തരത്തിൽ, ഇപ്പോൾ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെങ്കിൽ SRF അങ്ങനെ എന്തെങ്കിലും എഴുതുന്നത്, മത്സര പരീക്ഷകളിലൊക്കെ വിജയസാധ്യതകൾ കൂടുതലാണ്. വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്, വിദേശത്തേക്ക് ട്രാവലാണ് പൊതുവെ കാണിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യാനുള്ള അവസരം ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള യാത്രകളാവാം. അതപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിദേശത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നു, വിദേശത്തേക്കുള്ള യാത്രയാവും. ഒത്തിരി യാത്രകൾ ഈ ഒരു സമയത്ത് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു കൊച്ചു യാത്രകൾ വീക്കെൻഡിൽ പോകുന്ന യാത്രയാവും, 1 ദിവസത്തെയും 2 ദിവസത്തെയും. അതേപോലെ വിമാനമാർഗം യാത്രയാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ യാത്രകൾ ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അത് പലതും പല കാരണങ്ങൾ കൊണ്ടാവാം. വിനോദയാത്രകളാവാം, ആത്മീയമായിട്ടുള്ളതാവാം, ബിസിനസ് ട്രിപ്സ് ആവാം, വർക്ക് റിലേറ്റഡ്, കുടുംബപരമായിട്ടുള്ളൊരു സന്തോഷം നൽകുന്ന ഏത് തരത്തിലുള്ള യാത്രകളും ആവാം.
യാത്രകൾ ഈ ഒരു മാസത്തിൽ പൊതുവെ ഒത്തിരി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.